കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ രാജ്യത്തിന്റെ സമ്പത്ത് അവർ മുസ്ലിങ്ങൾക്ക് നൽകുമെന്നാണ് മോദിയുടെ പുതിയ പരാമർശം. ഏതായാലും വർഗീയ പരാമർശവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. മോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അധികാരത്തിൽ വന്നാൽ എല്ലാവരുടെയും സ്വത്ത് സർവേ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ സഹോദരിമാർക്ക് എത്ര സ്വർണമുണ്ടെന്ന് അവർ അന്വേഷിക്കും. നമ്മുടെ ആദിവാസി കുടുംബങ്ങളുടെ കയ്യിലുള്ള വെള്ളി എത്രയുണ്ടെന്ന് അവർ രേഖപ്പെടുത്തും. സർക്കാർ ജീവനക്കാരുടെ സ്വത്തും പണവും എത്രയാണെന്ന് അവർ പരിശോധിക്കും. ഇതുമാത്രമല്ല, നമ്മുടെ സഹോദരിമാരുടെ കയ്യിലുള്ള സ്വർണവും അവരുടെ മറ്റു സ്വത്തുക്കളും തുല്യമായി പുനർവിതരണം ചെയ്യുമെന്നും അവർ പറയുന്നുവെന്നാണ് മോദിയുടെ വാദം. അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് ആരുടേതാണെന്ന് കണ്ടെത്താൻ കോൺഗ്രസ് സാമ്പത്തികവും സ്ഥാപനപരവുമായ ഒരു സർവേ നടത്തുമെന്നും സ്വത്തുക്കൾ പുനർവിതരണം ചെയ്യുമെന്നും അടുത്തിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മോദിയുടെ പ്രതികരണം. നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് വിതരണം ചെയ്യുമെന്നും മോദി പറഞ്ഞു വെക്കുന്നുണ്ട്. മുൻപ് തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ രാജ്യത്തെ സ്വത്തിന്റെ ആദ്യ ഉടമസ്ഥാവകാശം മുസ്ലിങ്ങൾക്കാണെന്നാണ് അവർ പറഞ്ഞത്. എല്ലാവരുടെയും സ്വത്ത് ശേഖരിച്ച ശേഷം കൂടുതൽ കുട്ടികളുള്ള ആളുകൾക്ക് അവർ അത് വിതരണം ചെയ്യുമെന്നാണ് ഇതിനർത്ഥം. അവർ അത് നുഴഞ്ഞുകയറ്റക്കാർക്ക് വിതരണം ചെയ്യും. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണം. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ അർബൻ നക്സൽ ചിന്താഗതികൾ നമ്മുടെ അമ്മമാരുടെയും പെങ്ങൾമാരുടെയും താലിമാലകൾ പോലും ബാക്കി വെക്കില്ല എന്നായിരുന്നു മോദി തുറന്നടിച്ചത്. അതേസമയം പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ വ്യാപക വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്നത്. വ്യാജ പ്രചരണം നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മോദിയെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ന്യായപത്രയിൽ എവിടെയാണ് ഹിന്ദു മുസ്ലിം എന്നിങ്ങനെ പരാമർശിച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ച് കോൺഗ്രസ് രംഗത്തു വന്നു. പ്രധാനമന്ത്രി പദത്തിലിരുന്നാണ് ഇത്തരത്തിൽ മോദി നുണ പ്രചരിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തിയിരുന്നു. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് പ്രകടന പത്രികയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഈ വിഷയങ്ങൾ മുൻനിർത്തി രാജ്യം വോട്ട് രേഖപ്പെടുത്തും. ജനങ്ങൾ തൊഴിലിനും കുടുംബത്തിനും ഭാവിക്കും വേണ്ടി വോട്ട് ചെയ്യും. ഇന്ത്യക്ക് വഴി തെറ്റില്ലെന്ന് രാഹുൽ ഗാന്ധി മോദിക്ക് മറുപടി നൽകി. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും ഒക്കെയായി ഇരു പാർട്ടികളും വജ്രായുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ആരും പരസ്പരം വിട്ടുകൊടുക്കുന്നില്ല എന്നതാണ് സത്യം.